ഗുളിക ശരീരത്തിന് നന്നല്ല. പക്ഷെ ഈ സിനിമ ഡെയിലി രാത്രി 10 മിനിറ്റ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഏത് ഉറക്കമില്ലാത്തവന് സുഖമായി ഉറങ്ങാം. അത് പറഞ്ഞിട്ട് ഉച്ചയ്ക്കൊന്നും ഇരുന്ന് കാണരുത്, ജീവിതം വെറുത്തു പോകും. പറയണത് മലയാള സിനിമയെ വയസ്സ് എത്രയും 30 കുത്ത് കുത്ത് കുത്ത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് പടം റിലീസ് ആയിരിക്കുന്നത്. 41 വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്ത ഒരുത്തന്റെ കഥയാണ്. സോ അതായിരുന്നു എനിക്കിത് കാണാനുള്ള ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ, ഒരു മനസുഖം. ഇത്രയും വെറുപ്പിക്കലായിട്ടുള്ള സിനിമ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ഒരാഴ്ച എന്തോ എടുത്തു ഈ പടം ഞാനൊന്ന് കണ്ടു തീർക്കാൻ. 2 മണിക്കൂർ എന്തോ ഉള്ള പടമാണ്. പക്ഷെ എനിക്കെന്താ ഒരാഴ്ച സുഖമായി കിടന്ന് ഉറങ്ങാൻ പറ്റും. നമ്മുടെ നരസിംഹം സിനിമയിൽ മമ്മൂട്ടി പറയില്ലേ, അതായത് ഓർമ്മക്കുറവ് ഈ എണ്ണ നല്ലതാണ്, അതേപോലെ ഉറക്കത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് രസം എന്നൊക്കെ പറയുന്നത്, നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ഈ പടം അങ്ങോട്ട് 10 മിനിറ്റ് ഇരുന്ന് കാണും. ഉറക്കത്തിന്റെ എക്സ്ട്രീം ആയിരിക്കും അങ്ങോട്ട്. സോ ഒന്നുമില്ല ഈ സിനിമയിൽ ബേസിക്കലി എടുത്ത് പറയാം. എനിക്ക് മനസ്സിലാവാത്ത ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ എന്ത് കണ്ടിട്ടാണ് പ്രൊഡ്യൂസർ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ്. എന്റെ പൊന്നെണ്ണ, ചാരിറ്റി ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ആ കാശ് വെറുതെ അങ്ങോട്ട് കൊടുക്കുക. എന്തിനാണ് ഇത് കാണിച്ച് നാട്ടുകാരെ ഉയരങ്ങോട്ട് എടുക്കുന്നത്?